പറയാം. മനുഷ്യരുള്ള കാലത്തോളം കഥകളും ഉണ്ടാകും. ഓരോ കഥയിലും ഒരു ഗുണപാഠമുണ്ടാകും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കഥയുടെ പ്രത്യേകത അറിയണ്ടേ? ഇത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള കഥയാണ്. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. നമ്മളൊക്കെ ദിവസവും ഓതുന്ന സൂറത്തുൽ യാസീനിൽ പറയുന്ന ഒരു നാട്ടുകാരുടെ കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആദ്യമേ ഉപദേശിക്കുകയാണ്. ഒരു നാട്ടിലേക്ക് അല്ലാഹു 2 നബിമാരെ നിശ്ചയിച്ചു. ആ നാട്ടുകാർ ആ നബിമാരെ കോളാക്കിയപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 3ാമത് നബിയെ കൂടി അല്ലാഹു നിയോഗിച്ചു. അവർ 3 പേരും തങ്ങളുടെ നാട്ടുകാരോട് പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിൻ്റെ ദൂതന്മാരാണ്. അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് അല്ലാഹു നമ്മെ ഇവിടെ അയച്ചിരിക്കുന്നത്. എന്നാൽ ആ ദേവദൂതന്മാർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനോ വിശ്വസിക്കാനോ ആ സമൂഹം തയ്യാറായില്ല. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ തന്നെയല്ലേ? നിങ്ങൾ ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, കിടന്നുറങ്ങുന്നു, റോഡിൽ കൂടെ നടക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഒരു പ്രത്യേകതയുമില്ല. നിങ്ങൾ പറയുന്ന ഒക്കെ കളവാണ്. ആ ദൈവദൂതന്മാർ വീണ്ടും വീണ്ടും തങ്ങളുടെ നാട്ടുകാരെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതന്മാരാണ്. അവനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് സന്ദേശം അറിയിക്കുക മാത്രമാണ് നമ്മുടെ കടമ. അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞത് എന്തെന്നോ? നിങ്ങൾ ഈ നാടിന് ശാപമാണ്. ഇനിയും നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ കല്ലെറിയും. ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുകയും ചെയ്യും. ആ സമയത്താണ് പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടി വരുന്നത്. അദ്ദേഹം ആ ദൈവദൂതന്മാരുടെ വർത്തമാനങ്ങൾ കേൾക്കുകയും സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്ത ആളാണ്. അയാൾ നാട്ടുകാരോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഈ ദൈവദൂതന്മാർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവരെ പിൻപറ്റി ജീവിക്കണം. നമ്മൾ ശിക്ഷിച്ച അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നല്ലോ അവൻ നമ്മോട് പറയുന്നത്. അവർ കൊല്ലങ്ങളായി അവർ നമ്മുടെ കൂടെയല്ലേ ജീവിക്കുന്നത്. അവർ നിങ്ങളുടെ ഓരോ പ്രതിഫലവും ചോദിക്കുന്നുമില്ല. നമ്മെ ശിക്ഷിച്ച അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്നാണല്ലോ അവർ നമ്മോട് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ ഈ ദൈവദൂതന്മാരിൽ വിശ്വസിക്കുകയാണ്. എന്നാൽ അധികാരികളായ ആ നാട്ടുകാർ ആ നല്ല മനുഷ്യനെ കൊന്നുകളഞ്ഞു. അയാളെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. തൻ്റെ നാട്ടുകാരെയും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് സ്വർഗത്തിൽ വെച്ച് ആഗ്രഹിക്കുകയാണ്. സത്യത്തിൻ്റെ കൂടെ നിൽക്കുക. അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം സ്വർഗമാണ് എന്ന പാഠമാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം. നല്ലത് കേൾക്കാനും ഉൾക്കൊള്ളാനും നാഥൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.